ഓക്കെ, ശ്രീ ജലീൽ, മലേഗാവ് സ്ഫോടന കേസിലെ NIA കോടതി വിധിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കാവ്യ ഭീകരത ആവിയാകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതെ, വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഇതിൽ യാതൊരു അത്ഭുതവും ഉണ്ടാകില്ല. കാരണം ഇത് പ്രതീക്ഷിതമായ ഒരു വിധിയാണ്. ഇതിൽ നിന്ന് മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. വളരെ നീതിപൂർവം പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറ്റാന്വേഷണ ഏജൻസികൾ, അത് ED ആയാലും NIA ആയാലും CBI ആയാലും, ഇതൊക്കെ തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ വിധേയരായി പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കും രാഷ്ട്രീയ വിരോധികൾക്കും എതിരായിട്ടുള്ള ഒരു കവചമായി, ആയുധമായി മാറ്റുന്ന ദാരുണമായ ഒരു ദുരന്തമുഖത്താണ് ഇന്ത്യ രാജ്യം നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കോടതികളിൽ നിന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ കോടതി വിധിയെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. കോടതി വിധിയുടെ അവസാന ഭാഗത്ത് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, തെളിവുകളുടെ അഭാവം. തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏത് അന്വേഷണ ഏജൻസിയാണ്? NIA. ഏത് NIA ആണ്? ഇതേ കേസിൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് മൊഴി നൽകണമെന്ന് സാക്ഷികളോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട NIA ആണ്. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ വിരോധികളെയും ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി കുറ്റാന്വേഷണ ഏജൻസികൾ മാറിപ്പോയതിൽ ദുഃഖമുണ്ട്. ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഇവയൊക്കെ തന്നെ ബന്ദിയാക്കിക്കൊണ്ട് നടത്തുന്ന ക്രിമിനൽ ഒഫൻസുകൾക്ക് എത്രയെത്ര തെളിവുകൾ വേണം? ഇവിടെ ഇപ്പോൾ ഈ മലേഗാവ് സ്ഫോടന കേസിലല്ലല്ലോ പ്രതികൾ രക്ഷപ്പെട്ടത്. പച്ച വെളിച്ചത്തിൽ ഈ രാജ്യം മാത്രമല്ല ലോകം കാണെ, കോടാനുകോടി ജനങ്ങൾ കാണെ തകർക്കപ്പെട്ട ഒരു സംവിധാനമുണ്ട്. 33 വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദ്. ഏതെങ്കിലും പ്രതികൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ബാബരി മസ്ജിദ് പോലെ ലോകം കണ്ടൊരു ക്രിമിനൽ ഒഫൻസിനെ ശിക്ഷിക്കപ്പെടാത്ത ഇന്ത്യ രാജ്യത്ത്, അത് അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾ നിലവിലുള്ള ഇന്ത്യ രാജ്യത്ത് മലേഗാവ് സ്ഫോടനം പോലുള്ളൊരു സ്ഫോടന കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാവ്യ ഭീകരത പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഏത് കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരൊറ്റ കേസും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അഖിലാഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ, ഒരു സൈനികൻ്റെ കുടുംബക്കാരനെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊണ്ടുപോയി പച്ചയായി തല്ലിക്കൊന്നു. പിന്നീട് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടു അദ്ദേഹം ബീഫല്ല കൈവശം വെച്ചത് ആട്ടിറച്ചിയാണെന്ന്. അതിൻ്റെ പ്രതികൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നൂറുകണക്കിന് ദളിത് സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്, ദളിതുകളെ വേട്ടയാടപ്പെടുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട്, പശുക്കച്ചവടത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അങ്ങനെ കാവ്യ ഭീകരത അഴിഞ്ഞാഴിയ ഇന്ത്യ രാജ്യത്തെ സമീപ ഭാവിയിലോ കഴിഞ്ഞ 30 വർഷക്കാലത്തിനുള്ളിലോ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇസ്ലാം ഭീകരത കാണുന്നേയില്ലേ? ഇസ്ലാം നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇസ്ലാം ഭീകരത എന്ന് പറയുന്നത് കാവ്യ ഭീകരതയുടെ മറ്റൊരു പതിപ്പ് തന്നെ. ഇസ്ലാം ഭീകരത നമ്മളാരും ചെറുതായി കാണുന്നില്ല. ഇതൊന്നും അതാത് ധർമ്മവുമായിട്ട്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മവുമായിട്ടോ മതദർശനങ്ങളുമായിട്ടോ പുലബന്ധമുള്ളതല്ല. അത് കാവ്യ ഭീകരതയ്ക്കുമില്ല, അത് ഇസ്ലാമിക ഭീകരതയ്ക്കുമില്ല. അതൊരു കൊട്ടേഷൻ സംഘങ്ങളാണ്. മതദർശനങ്ങളോടോ പ്രവാചക മൂല്യങ്ങളോടോ മഹനീയരായ മഹർഷികൾ ഉയർത്തിക്കാട്ടിയ ദർശനങ്ങളോടോ ബന്ധമില്ലാത്തവരാണവർ. അതിന് നിങ്ങൾ ഏതർത്ഥത്തിലാണ് മതങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്? ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇസ്ലാം മതവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതുപോലെ കാവ്യ ഭീകരതയ്ക്ക് ഹൈന്ദവ ദർശനങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ തർക്കിച്ചു പറയുന്നുണ്ടല്ലോ. ഇപ്പം പറഞ്ഞതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ധർമ്മശാല നമ്മുടെ തൊട്ടടുത്താണ്, കർണാടകയിലാണ്. കാവ്യ ഭീകരതയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. 400 തെളിവുകൾ ഇതുപോലാണല്ലോ. തെളിവുകൾ വരട്ടെ, രാജ്യത്തെ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, തെളിവുകൾ വരട്ടെ. 450 പേരെയാണ് ഒരു അസ്ഥികൂടം പോലും കണ്ടെത്തുന്നതിൽ ഈ കുറ്റാന്വേഷണ ഏജൻസികൾ വഴിതിരിച്ചു വിടുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു എന്ന് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലേ? അന്വേഷണം നടക്കുന്നുണ്ട്, അവർ കണ്ടെത്തട്ടെ. അതിന് മുകളിൽ NIA ഉണ്ട്. ഇനി ചോദിച്ചൊരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ജാതിയും മതവും സങ്കുചിത താല്പര്യം നോക്കാതെ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്, കയ്യോടെ പ്രതികളെ പിടിച്ചുകൊണ്ട് കയ്യാമം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ദുരനുഭവമായിരിക്കും
ഹേമന്ത് കർക്കരയുടേത്. ഈ വിഷയത്തിൽ പോലും ഹേമന്ത് കർക്കരെ കൃത്യമായി മുന്നോട്ട് പോയ ആളാണ്. അദ്ദേഹം എവിടെയാണ്? ഹേമന്ത് കർക്കറെ ഇസ്ലാം തീവ്രവാദികളുടെ വെടിയേറ്റാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാം അല്ലേ? കൃത്യമായി ഈ കേസിൽ പ്രതികൾ അടയ്ക്കപ്പെട്ടു. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി. 2011 NIA ഏറ്റെടുത്തിട്ട് ഇങ്ങനെയൊരു മറുവാദം ഞാൻ കേൾക്കുന്നത്. തീർച്ചയായിട്ടും മറുവാദങ്ങൾ ഉണ്ടാകുമല്ലോ. കാബി ഭീകരത. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ശ്രീ ജലീൽ ഒരു ഒറ്റ പോയിന്റ്, ബാക്കിയെല്ലാം ഓക്കെ, അദ്ദേഹം അങ്ങയുടെ രാഷ്ട്രീയത്തിന്റെ പറയും. പക്ഷെ ഹേമന്ത് കർക്കരെ അദ്ദേഹം മരിച്ചത്, അദ്ദേഹം ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ജീവൻ കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം ചേർക്കാതിരിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. അദ്ദേഹത്തിനെ നമ്മൾ അപമാനിക്കുന്ന തുല്യമായിരിക്കും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അദ്ദേഹം എപ്പോഴും എവിടെയെങ്കിലും നിന്ന് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ശരിയല്ല. കാരണം ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞോളൂ, പക്ഷെ ഈ ഒരു കാര്യം അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്ന എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഹേമന്ത് കർക്കരയെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി പൊരുതി മരിച്ച ധീരനായ രക്തസാക്ഷിയാണെന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും രക്തസാക്ഷികളെയും എന്നാലും വസ്തുതകൾ പറയാതെ പോകാൻ നിവൃത്തിയില്ല. ഹേമന്ത് കർക്കരയുടെ വിയോഗം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഈ കേസുമായിട്ട് അദ്ദേഹം കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന വേളയിലായിരുന്നു എന്ന് ചരിത്രമാണത്. ആ ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ സാധിക്കും? ശ്രീ ജലീൽ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്റെ സുഹൃത്തും എന്റെ ബാച്ച്മേറ്റുമാണ്. അദ്ദേഹം ആ ഓപ്പറേഷനിൽ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ മറ്റു പലരും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ആ കണ്ട ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ട ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ തുക്കാറാം ഓമ്പലജിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ദയവ് ചെയ്ത് രാഷ്ട്രീയം ചേർക്കരുത്. ഇതിനകത്ത് ആ രീതിയിലേക്കുള്ള ഒരു സംഭവം അല്ല. അദ്ദേഹത്തെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബാക്കി അങ്ങ് എന്ത് പറഞ്ഞാലും എനിക്ക് അത് ശരി, ഓക്കെ, അതെങ്ങനെ രാഷ്ട്രീയം. പക്ഷെ ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തിയെ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനത്തെ പറയുന്നത് അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന ആണെന്ന് മാത്രമേ. ഹേമന്ത് കർക്കറയുടെ കുടുംബം പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ ശ്രീ ജലീൽ. അദ്ദേഹത്തിന്റെ മരണത്തിൽ അവരാരും അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ട് എന്നൊരു സംശയം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ജലീലിന് ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചത്? മാത്രമല്ല, ഒറ്റ കാര്യം, NIA കോടതിയാണ് ഇവിടെ ഇന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. NIA ഏത് കോടതിയുടെ മുമ്പിലും തെളിവുകളാണല്ലോ പ്രധാനം, അല്ലേ? അപ്പോൾ നിങ്ങളൊരു 10 കൊലപാതകം നടത്തിയാലും തെളിവില്ലെങ്കിൽ അയാൾക്ക് ഊരിപ്പോകാം. അപ്പോൾ തെളിവുകളുടെ അഭാവം നോക്കൂ. ഇത് ആദ്യം അന്വേഷിച്ചത് മുംബൈ ATS ആണ്, അല്ലെ, മഹാരാഷ്ട്ര ATS ആണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അന്വേഷിച്ചത്. അതിൻ്റെ തലവനായിരുന്നു ഈ ഹേമന്ത് കർക്കറെ. അപ്പോൾ അന്ന് ഈ ATS കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധ്വിയുടെ മോട്ടോർ ബൈക്കിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. മാത്രമല്ല, നമ്മുടെ ലഫ്റ്റനൻറ്റ് കേണൽ അദ്ദേഹം കശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ കോടതിയെ ധരിപ്പിച്ചു ഇത് രണ്ടും അവിശ്വസനീയമാണ് എന്ന് ധരിപ്പിച്ചു. പക്ഷേ കോടതി എന്ന് പറഞ്ഞ എന്താ, അത് വിചാരണ നടക്കട്ടെ, വിചാരണ വേളയിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. മാത്രമല്ല, അങ്ങനെ ഒരു സംശയം രേഖപ്പെടുത്തിയത് കൊണ്ടാണ് സാധിക്ക് ജാമ്യം കിട്ടിയത്. 9 വർഷം ജയിൽവാസം അനുഭവിച്ച ശേഷമാണ് ജാമ്യം കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വന്ന വിഷയങ്ങളല്ലേ. അതിലെങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇടപെടാൻ പറ്റുന്നത്? ഇപ്പോൾ നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ആകാം, അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്ക് എന്തും പറയാം. പക്ഷേ എങ്കിലും ജുഡീഷ്യറിയിലുള്ള സാധാരണ പൗരൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാവരുത്. തുടരാം ജലീൽ. കൃത്യമായ രാഷ്ട്രീയ ചായ്വോടുകൂടി കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയപരമായി മറുപടി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് ആരും പരസ്പരം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ ആരെക്കാളും കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ. ഈ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി 2000-ൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ 990-ൻ്റെ തുടക്കത്തിൽ മുതൽ ഇവിടെ ആരാണ് രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കുന്നതിന് വേണ്ടി ഒരു പ്രീണന നയം, സങ്കുചിതമായ ഒരു പ്രീണന നയം, മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം ഇന്ത്യ രാജ്യത്തിന്മേൽ അടിച്ചേൽപ്പിച്ചത് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ബോധ്യമുള്ളതാണ്. അത് ബാബരി മസ്ജിദ് മുതൽ ഇങ്ങോട്ടുള്ളത്. ഈ വിഷയത്തിലുമുണ്ടല്ലോ, തൊപ്പി വെച്ചവനും താടി വെച്ചവരും ഒക്കെ ഭീകരരാണെന്നുള്ള ഒരു പൊതുബോധം വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഒരു പങ്കാളിയാണ്. 2006-ൽ, ഈ 2008-ലെ കേസ് മാത്രമല്ലല്ലോ, 2006-ൽ
മലേഗാവിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. ചെറുപ്പക്കാർ ഞാനൊരു കാര്യം താടിയും തൊപ്പിയും ചോദിച്ചോട്ടെ? വെച്ച് എവിടെ നിന്നാലും അവരെ ഞാനൊരു പിടിച്ചുകൊണ്ട് കാര്യം പോവുക, ചോദിച്ചോട്ടെ? ജയിലിലടക്കുക എന്നുള്ളത് ശ്രീ 7 ജലീൽ, വർഷമാണ്. ശ്രീ ജലീൽ, താടിയും തൊപ്പിയും വെച്ചതിന്റെ പേരിൽ അവർ നരേന്ദ്രമോദിയും ടീം മോദിയും പാർലമെന്റിൽ എത്തിയത് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിയിട്ടാണോ? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സെക്കൻഡ് ടേമും അദ്ദേഹം തുടരുകയാണ്. അവിടെ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിയിട്ടാണോ യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ ടീമും അധികാരത്തിലെത്തിയത്? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു താങ്കളുടെ വാദം അത് തീർത്തും അടിസ്ഥാനമില്ലാത്തതല്ലേ? നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ആ ഹിന്ദുക്കളാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടി വോട്ടാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. അതെ. അതിൽ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ BJP കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ കോൺഗ്രസിനോടാണ്. നമുക്ക് തുറന്നു പറയുന്നതിൽ ഒരു തടസ്സവും ഇല്ല. ഒന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരുത്തുന്ന സമയത്ത് കേവലം 36-37% വോട്ട് നേടിക്കൊണ്ടാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. ഇതിനു മുമ്പ് നടന്ന UP തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ്സിന് ഈ സംഘപരിവാർ ഭീകരതയോടോ ആ വർഗീയതയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ അഖിലേഷ് യാദവുമായോ മായാവതിയുമായിട്ടോ രാജ്യത്തെ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഒരു വിവേകം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ മോഡി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്നതാണ്. നിർഭാഗ്യവശാൽ മതേതര വോട്ടുകൾ, ഇന്ത്യ ഇന്നും മതേതര രാജ്യം തന്നെയാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരല്ല. അവരുടെ ഹൃദയം വിശാലതയാണ്. അവർ ലോകത്തെ കാണുന്നവരാണ്. അവർക്കിടയിലേക്ക് വിഭാഗീയത ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കൊണ്ടുവരികയും ഒരു വലിയൊരു വിഭാഗത്തെ മതാധിഷ്ഠിതമായിട്ട് സംഘടിപ്പിക്കുവാൻ കാവ്യഭീകരതയ്ക്കോ ഒരു പക്ഷേ BJPക്കോ സാധിച്ചിട്ടുണ്ട്. അതിനവർ പലതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പശുവിനെ ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഹൈന്ദവ ദർശനങ്ങളോടുള്ള ധർമ്മമാണോ ഈ കാണിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാ? മുസ്ലിങ്ങളാണോ? അപ്പം പശുവിനോടുള്ള താല്പര്യമാണ് BJPക്കെങ്കിൽ പശുവിനെ സംരക്ഷിക്കണ്ടേ? ഞാനൊരു പശു കർഷകനാണ്. ഞാൻ ജനിച്ച കാലം മുതൽ എൻ്റെ വീട്ടിൽ പശുവുണ്ട്. അത് ജാതിയുണ്ടോ? ബീഫ് കഴിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ബീഫ് കഴിക്കുന്നതിന്റെ പേരിലല്ലേ ഈ തല്ലിക്കൊല്ലുന്നത്? അഖിലാഖിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാണ്? ഭാവനയല്ലേ അത്? ഭാവനയല്ലല്ലോ. അഖിലാഖിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാ? മാനിറച്ചി കഴിച്ചതുകൊണ്ടാണോ? അത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കള്ളപ്രചരണം നടക്കുന്നതല്ലാതെ